എൻ്റെ പേര് റോസ്മേരി. ഞങ്ങൾ ഈ കളേഴ്സ് ഗാർഡൻ എന്ന് പറയുന്ന ബോഗൺവില്ലയുടെ ഗാർഡൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷം കഴിഞ്ഞു, 15 കൂടുതലായി. ബോഗൺവില്ലയുടെ ആ ഒരു ഭംഗി, അതായത് പൂക്കളുടെ ഭംഗി കണ്ടിട്ടാണ് അതിലേക്ക് ഞങ്ങളിത് കൂടുതലായിട്ട് ഇതിലേക്ക് വന്നത്. ആദ്യം ഞങ്ങൾ വേറെ എല്ലാ തരം ചെടികളും ഉണ്ടാവുമല്ലോ, നമ്മൾ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഓർക്കിഡുകളുണ്ടായിരുന്നു. പക്ഷെ ബോഗൺവില്ല പൂക്കളുടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ആകർഷണപൂർവകമാണ്. ഞാൻ ടീച്ചറാണ്. മതിലകം, ഓയിൽ ഓഫ് മതിലകത്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. അല്ല, ഞാൻ ഫാമിലി സപ്പോർട്ട് നന്നായിട്ടുണ്ട്. ഫാമിലി പ്രൊജക്റ്റാണ്. ആൾക്ക് നല്ല ഇഷ്ടമുള്ള സംഭവമാണ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ. വെറൈറ്റീസ് ഒരു 10-200 ഉണ്ടാവും എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ. ഓർഡിനറികളൊന്നും ഇപ്പോൾ ആരും ചോദിച്ചു വരണില്ലല്ലോ. ഓൺലൈൻ സർവീസ് ഇല്ല. അതൊന്നും ആദ്യം പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒത്തിരി ദൂരത്തൊന്നും എല്ലാവരും വിളിക്കാറ്. ഓൺലൈൻ സർവീസ് ഇല്ല എനിക്ക്. ഇവിടെ വന്ന് വാങ്ങണം നമ്മൾക്ക് ചെടികളെല്ലാം. ഈ പറഞ്ഞോണം ഒത്തിരി വെറൈറ്റികൾ ഇപ്പോൾ പറഞ്ഞാൽ പുതിയ ഒത്തിരി ബോഗൺവില്ലാസ് ഇറങ്ങുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പുതിയതുണ്ട്, അത് പുറത്തേക്ക് ആയിട്ടില്ല. ഇപ്പോൾ ഉള്ളത് പറഞ്ഞോണം ഞങ്ങളിത്തിരി കൂടുതലായിട്ടേ വലുതാക്കി വളർത്തി കൊടുക്കുന്നൊരു സെയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീരെ ചെറുതല്ല, വളരെ ചെറിയൊരു കമ്പ് വന്ന് 2 പൂ വന്ന് കഴിയുമ്പോഴേക്കും അതിങ്ങനെ സെയിൽ ചെയ്യുന്ന പരിപാടിയില്ല. നമ്മളൊരു 3-4 വർഷം ബോഗൺവില്ലയെ പരിചരിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. ഹെൽത്തി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് എപ്പോഴെല്ലാം. അതായത് അവർക്കത് വെച്ച് കഴിഞ്ഞാൽ പോകരുത്. എല്ലാവരും പറയാറുണ്ട് ഇവിടുന്ന് കൊണ്ടുപോയ ചെടികൾ നന്നായിട്ട് ഗ്രോത്തായി എന്ന് പറയാറുണ്ട്. അതാ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നന്നായിട്ട് റൂട്ടഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഫയർ ഒപ്പാലും ചില്ലി എല്ലാം കൂടി മൾട്ടി ആയിട്ടുള്ളൊരു ബോഗൺവില്ലയാണ് കേട്ടോ. ഇത് വളരെ ഭംഗിയാണ്. ഈ പറഞ്ഞോണം അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഗ്രോത്തും ഉണ്ട് ഇതിന്. ഫസ്റ്റ് ബ്ലൂമിംഗ് ആണ്. ഇത് കഴിയുമ്പോൾ ഇതിലും കൂടുതലായിരിക്കും ഇതിൽ ഫ്ലവർ ഉണ്ടാവുക. ഇതിപ്പോൾ രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിൽ. ചില്ലി യെല്ലോ ഉണ്ട്, ഫയർ ഒപ്പാൽ, ഡാർക്കും ഉണ്ട് ലൈറ്റ് കളറും ആയിട്ടാണ്. അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ഭംഗി കാണുമ്പോൾ ലൈറ്റും ഡാർക്കും കാണുന്നു. 2 പ്ലാന്റാണത്. 2 പ്ലാന്റ് മീൻസ് ഒരെണ്ണത്തിൽ തന്നെ 2ആയിട്ട് മൾട്ടിയാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കുറേ റെഡുകളൊക്കെ വരുന്നേക്ക് മുമ്പുള്ള ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് കുറേ പഴക്കമുള്ളതാണ്. ഒരു 15 വർഷം പഴക്കമുണ്ട് ഇതിന്. ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യും, പൂക്കൾ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് ഇരുപത്തി പറഞ്ഞാൽ പ്ലാന്റ് കൂടുതലായിട്ട് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഫ്ലവേഴ്സ് കൂടുന്നത് അതിൽ. ഇത് റോമ വൈറ്റ് എന്ന് പറഞ്ഞൊരു വളരെ ഭംഗിയുള്ളൊരു ബോഗൺവില്ലയാണ്. അതായത് ഇതിൻ്റെ ലീഫ് കണ്ടോ, ലീഫും ഈ ഫ്ലവർ ഷെയ്ഡ് കണ്ടല്ലോ, പിങ്ക് ആൻഡ് വൈറ്റ്. ഇതും ഇതുപോലെ തന്നെ ഒത്തിരി വർഷം എത്തിയതാണ്. ഞങ്ങൾക്കൊരു 10-15 വർഷം മുമ്പ് കിട്ടിയ ചെടിയാണത്. അത്രയും വലുതാക്കി ഇതിനെ നിർത്തിയെങ്കിൽ നിറയെ പൂവാകും. ഇപ്പോൾ ഇത് ഫസ്റ്റ് ബ്ലൂമിങ് ആയതുകൊണ്ട് കുറച്ചുള്ളൂ ഫ്ലവർ. അടുത്തതിൽ നിറച്ച് പൂവാക്കി, പ്ലാന്റ് നിറയെ പൂവായിരിക്കും. 15 വർഷം പഴക്കമുണ്ട്. ഇതേ കടയിലോട്ട് നോക്കി അറിയാം കണ്ടോ, ഇത് ബ്രാഞ്ചസ് കണ്ടോ, 15 വർഷം പഴക്കമുള്ള ചെടിയാണ്. സ്ട്രോങ് ആണ്. ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് താഴേന്ന്. ഇത് ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞ ചെടിയാണ്. പറഞ്ഞോണം ഈ ഫസ്റ്റ് ബ്ലൂമിങ് ആയതുകൊണ്ട് ഫ്ലവർ കുറഞ്ഞ് നിൽക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യത്തേൽ ഇതിൽ നിറച്ച് പൂവായി. ഇത് ഇവിടെയൊക്കെ ഫ്ലവർ വരുന്നുണ്ട്. എന്തായാലും താഴെ കണ്ടോ ഫ്ലവർ വരുന്നുണ്ട്. പിന്നെ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് പൂക്കൾ കൂടുതലായിട്ട് വരിക. മിസ് വേൾഡാണ്.
സ്പ്ലാഷ് എന്നും പറയും ഇതിന്. ഇതും വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. നിറച്ച് പൂവ് ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ കുറവാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറഞ്ഞ് നിൽക്കുകയാണ്. ഇനി ഒരു 2 സെക്കൻഡ് ടൈം തേർഡ് ടൈം ഒക്കെ ആകുമ്പോൾ നിറയെ പൂവായിരിക്കുള്ളൂ, നിറച്ച് പൂവായിരിക്കും. അപ്പോൾ ഒന്ന് പൊഴിയുന്ന സമയവും കൂടി ആയി പൂ വന്നിട്ട്, ഫസ്റ്റ് ടൈം വന്നിട്ട്. മഴ, അതായത് നമ്മുടെ കാലാവസ്ഥ കറക്റ്റ് ആണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴേക്കും പൂവുണ്ടാവും. ഇപ്പോൾ ഇപ്രാവശ്യം മഴ വന്നല്ലോ, വീണ്ടും ഒക്ടോബർ നവംബറൊക്കെ മഴയായിരുന്നല്ലോ, കാരണം ഫ്ലവർ ചെയ്യാനായിട്ട് സമയമെടുത്തു. ആഷ് റെഡാണ് ഇത്. ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫ്ലവറാണ്. അതിൻ്റെ പെറ്റൽസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ബോഗൺവില്ലയുടെ കളറുകളിൽ തന്നെ, പഴയ കളറിൽ തന്നെ ഇത്തിരി ഡാർക്കായിട്ടും അതിൻ്റെ ആ പെറ്റൽസ് കണ്ടോ ഇത്തിരി കൂർത്ത് നിൽക്കുന്നതാണ്. ഇതും നിറയെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ്. സില്ലിവേറ്റാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ വർഷങ്ങളായതുകൊണ്ടുള്ള ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. നിറയെ ഫ്ലവർ ചെയ്യും. പിന്നെ ഇതാണ് മഴക്കാലം വരുമ്പോൾ ഇതുങ്ങളുടെ ഇലയൊക്കെ ഒന്ന് പൊഴിയും. അതാണ് ആകെയുള്ളൊരു ദോഷം ഹൈബ്രിഡിന്. നന്നായിട്ടല്ലെങ്കിൽ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഭംഗിയുള്ള ഫ്ലവേഴ്സ് വേറെ ഇല്ല. മഴയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് വെള്ളം നന്നായിട്ട് പോയില്ലെങ്കിൽ ഇത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇത് ഡോക്ടർ റാവു എന്നൊക്കെ പറയുന്നൊരു പല ഐഡികളാണ് ഇപ്പോഴും എല്ലാവരും ചോദിച്ചു വരിക. ഡോക്ടർ റാവു എന്നാണ് അതിന് പറയുന്നത്. യൂട്യൂബിലൊക്കെ നിറച്ച ഐഡികൾ, എല്ലാത്തിനും പേരുണ്ടല്ലോ ബോഗൺവില്ലയ്ക്ക്. പഴയ പോലെ ബോഗൺവില്ല ഇന്നതിനൊന്ന് ചോദിച്ചല്ല വരിക. മിസ് വേൾഡ്, റൂബി റെഡ്, അല്ലെങ്കിൽ ചില്ലി യെല്ലോ, ചില്ലി റെഡ് സെപ്റ്റംബർ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരുന്നു. റെഡ് എന്ന് പറഞ്ഞത് ഉണ്ടാവും. കുറേ വർഷങ്ങളെത്തിയ ചെടിയായതുകൊണ്ട് ഇല ഇല്ലാണ്ട് പൂവുണ്ട്. പിന്നെ ബ്രാഞ്ചസ് നന്നായിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഇതിങ്ങനെ ഇത്തിരി വർഷങ്ങളെത്തി അടിയിൽ നിന്നൊക്കെ വെട്ടി വെട്ടി കളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ള സ്ഥലത്തെല്ലാം പൂവാണ്. വലിയ പൂക്കളാണ് ഇതിൽ. അപ്പോൾ പൂക്കളുടെ പ്രത്യേകത പറഞ്ഞാൽ നല്ല വലിയ പൂക്കളാണ്. ഇതും ഈ പറഞ്ഞോണം മഹറ എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ്. അതിൻ്റെ പേരങ്ങനെയാണ്, മഹറ എന്നാ പറയുക. ഈ കട്ട, നമ്മൾ പറയും കട്ട ബോഗൺവില്ല എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ 2 കളറാണ് ഇവിടെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്. ഒന്ന് പിങ്കും ഒന്ന് റെഡും നിൽക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബ്ലൂമിങ് ടൈമിലാണെങ്കിൽ നിറയെ പൂവായി നിൽക്കും. ഇത് ഉണങ്ങി കുറച്ച് പോയത് ഫുള്ള് ഈ കളറായിട്ട് പൂവായിട്ട് നിൽക്കുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെ പോവില്ല. ഇത് നമ്മളിങ്ങനെ പിന്നെ വിടത്തി ഇങ്ങനെ കളയാതെ ഇത് പോവില്ല. മറ്റേ ഫ്ലവേഴ്സ് എന്നൊക്കെ തന്നെ പോയിട്ടുണ്ടാവുന്ന ഒന്നും. അതുപോലെ തന്നെ ഇതും അതെ കേട്ടോ, നന്നായിട്ട് ഫ്ലവർ ചെയ്യുമെന്ന് വെച്ചാൽ ഒട്ടും ഇല കാണില്ല, ഇല കാണാതെ ഫ്ലവർ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല മുള്ളുകളാണില്ല. മുള്ള് നല്ല വേദനിക്കുന്ന മുള്ളുകളാണ് ഇതിന്. പക്ഷെ പൂ അത്രയും നന്നായിട്ടുണ്ടാവുകയും ചെയ്യും. ട്രൈ കളർ എന്ന് പറഞ്ഞാൽ ബോഗൺവില്ലയാണ്. നേരത്തെ പറഞ്ഞ സൺറൈസ് വൈറ്റ് എന്ന് പറഞ്ഞ പോലെ ഇതിന് മുള്ളുകളില്ല കേട്ടോ. മുള്ളില്ല, നിറയെ പൂവുണ്ടാവുകയും ചെയ്യും. അല്ലാതെ അതിലൊരു പിങ്ക് വരും, ഒരു വൈറ്റ് വരും, പിന്നെ ഒരു ആ പിങ്കിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ട്രൈ കളർ. അതാ 3 കളർ എന്ന് പറയും ട്രൈ കളർ. വളരെ ഭംഗിയുള്ളതാണ് കേട്ടോ. ഇത് നിറയെ പൂവുണ്ടായി നിൽക്കുമ്പോൾ ഒത്തിരി ഭംഗി. എനിക്ക് തോന്നുന്നു മിസ് വേൾഡിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിറയെ പൂവുണ്ടാവും. ഞങ്ങളിത് ഇതുപോലെ തന്നെ വലുതാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നൊരു പ്ലാന്റാണത്, ചില്ലി ഐസ്ക്രീം. ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ ഭയങ്കര നേർമയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പിടിപ്പിക്കാതെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. സ്റ്റെം കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ ലോലമാണ്, വളരെ നാര് പോലത്തെ. പക്ഷെ ഇതിങ്ങനെ തൂങ്ങി നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കുമല്ലോ. ഇത് ഹാങ്ങിങ്ങിലൊക്കെ പറ്റിയതാണ് കേട്ടോ. ഹാങ്ങിങ് ഇടാൻ വളരെ നല്ല
നമ്മുടെ റെഡ് ആംഗ്ലോങ്ങിൽ പെട്ടതാണ് കേട്ടോ. പക്ഷെ ഒരു ടൈപ്പും കൂടി റെഡ് ആംഗ്ലോങ് ഉണ്ട്. ഇത്തിരി വിരിയും, പക്ഷെ ഇത് നല്ല എന്താ പറയുക മഴത്തുള്ളി പോലെ കിടക്കുന്നതാണ്. നല്ല ഭംഗിയാണിത്, നിറയെ ഉണ്ടാവും ഇത്. പക്ഷേ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ബുഷിയായിട്ട് വരുന്നില്ല, ഇത്തിരി കൊല പോലെ പോണ ടൈപ്പാണ്. എന്നാലും വളരെ ഭംഗിയാണ്. പൂക്കളുടെ ഭംഗി എന്ന് വെച്ചൊരു പ്രത്യേകത തന്നെ കേട്ടോ. നിറഞ്ഞുണ്ടായി വരുമ്പോഴാണ് അത് കാണുന്നത് മനസ്സിലാവുക. ഇത് അധികം നാളായിട്ടുള്ള പ്ലാന്റ് അല്ല, എന്നാലും പെട്ടെന്ന് വലുതായി സംഭവം. ഒരു 5 വർഷമായിട്ടുള്ളൂ ഈ പ്ലാന്റ്. ഇത് നേരത്തെ പറഞ്ഞ ട്രൈ കളറാണ് കേട്ടോ. നേരത്തെ നമ്മൾ കാണിച്ചില്ല, ഇതിൽ ശരിക്കും ട്രൈ കളർ കാണാം കണ്ട. അതാണ് പറയണത്. ഡാർക്ക് വൈറ്റ് പർപ്പിൾ വരും, ലൈറ്റ് കളർ വരും, വൈറ്റ് വരും. അതാണ് ഈ ട്രൈ കളർ എന്ന് പറയുന്നത്. ഇത് മുള്ളില്ല, വളരെ നല്ല ചെടി. നമ്മുടെ റെഡ് സെപ്റ്റംബറാണ് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ ഇത്തിരി ഡിമാൻഡുള്ള ചെടിയാണ്. കളർ ഇതായത് കൊണ്ടാണ് കുറച്ച് അട്രാക്ഷൻ കുറവാണെന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ നിറയെ പൂവാകുമ്പോൾ ആ ഒരു ഷെയ്ഡ് നന്നായിട്ട് വരും. ഇത് റെഡ് സെപ്റ്റംബറിൽ ആ വേരിയേഷൻ ഉണ്ടല്ലോ ഫ്ലവറിലുള്ള, ആ വേരിയേഷൻ നന്നായിട്ട് കാണുന്നത് ഫുള്ള് ഫ്ലവർ ആകുമ്പോഴാണ് കാണുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ബഞ്ചൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും ഭംഗി വരില്ല. ഫുള്ളായിട്ട് വരാറുണ്ട് അതിൽ. ഞാനിതിന് മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിറച്ച് പൂവായിരുന്നു, നിറയെ പൂവായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. പണ്ടത്തെ വൈറ്റ് ബോഗൺവില്ലയാണ്. പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് ഏത് ഇനമാണ്. അതായത് ഇത് വർഷങ്ങളെത്തിയത് കൊണ്ടും നിറയെ ഫ്ലവർ ആയതുകൊണ്ടാണ് ഇത് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത്. പഴയ അതായത് ബോഗൺവില്ല കടലാസ് പൂക്കൾ എന്ന് പറഞ്ഞ കാലത്തൊരു വെള്ള ഉണ്ടായിരുന്നു, ആ വെള്ള ബോഗൺവില്ലയാണ്. ഇതിപ്പോൾ ഒരു 15 വർഷത്തിൽ കൂടുതൽ. ഇത് നമുക്കത് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയ ബ്രീസ പീച്ച്. ഇതുപോലെ തന്നെ നമ്മുടെ റൂബി റെഡ്, ഫയർ ഓഫ് പാല് എല്ലാം ഉണ്ടായിരുന്നിട്ട് അതൊക്കെ സെയിലായി പോയതാണ്. അപ്പോൾ ഇതും ഇതുപോലെ ഒരു 8 വർഷം പ്രായമായിട്ടുണ്ട് ഈ പ്ലാന്റ്. ഇതിൽ കിടന്നിട്ട്. അപ്പോൾ അതായിരുന്നു നിറയെ പൂവുണ്ട്. ഇപ്പോൾ ഇതാണ് ഈ പൂവ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് പ്രൂൺ ചെയ്തെടുക്കും. അപ്പോൾ ഇത് വീണ്ടും നിറയെ പൂവായിട്ട്. ഹാങ്ങിങ് നല്ല ഭംഗിയാണ്. ചില പ്ലാന്റ്സ് ഇടാനായിട്ട് ഹാങ്ങിങ് ആയിട്ട് വളരെ നല്ലതാണ്. ഇതിനധികം മുള്ളൊന്നുമില്ല. ഇപ്പം കുറച്ചുണ്ട്, തീരില്ലെന്നല്ല, കുറച്ചുണ്ട്. എന്നാലും മുള്ളുകൾ വളരെ കുറവാണ്. ബ്രീസ പീച്ചാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പോട്ട്, നമ്മളൊരു ചെറിയ പോട്ട് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ചിൻ്റെ പോട്ടൊക്കെ നമ്മൾ ഫ്ലവറായിട്ടാണ് കൊടുക്കുന്നത്. ആ കൊണ്ടുപോകുന്ന പോട്ട് അതുപോലെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറൊന്നും ഉണ്ടാവില്ല. അത് കൊണ്ടുപോയിട്ട് നമ്മൾ വേറെ ഇത്തിരി കൂടി വലിപ്പമുള്ള, അതായത് അത്ര നമ്മൾ കൊടുക്കുന്ന ഒരു പോട്ടിൽ നിറയെ റൂട്ടായിരിക്കുള്ളൂ സത്യം പറഞ്ഞാൽ. അത് മാറ്റിയില്ലെങ്കിൽ ഒറ്റ ഫ്ലവർ പിന്നെ ഉണ്ടാവില്ല. അത് വേറെയിലോട്ട് മാറ്റുക, ചെല്ലുപൊടി, ചാണകം, മണ്ണ്, ചകിരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറോ നന്നായിട്ടെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് കൊണ്ടുപോയതിനേക്കാളും ഡബിളായിട്ട് ഫ്ലവറാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ നോക്കിയിട്ട് നമ്മൾ മരിച്ചു പോയാൽ ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെ. അതെ, ബോഗൺവില്ല ഒരിക്കലും നശിക്കുന്നില്ലല്ലോ. അതിങ്ങനെ മൂത്ത് അവിടെ നിന്നോളും എന്നൊക്കെ പറഞ്ഞാലും നമ്മളില്ലെങ്കിലും പ്ലാന്റ് ഉണ്ടാവും ഇവിടെ. അങ്ങനെ പോവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, മെയിൻ്റനൻസ്. അത് തന്നെ കെയറിങ് വേണ്ട. പക്ഷെ കെയറിങ് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെടികൾ വളം, വെള്ളം അതുങ്ങളെ നോക്കണം. നമ്മൾ പരിചരണം വേണം. എന്ന് വെച്ചാൽ കൂടുതൽ കേടുപാടുകൾ വരുന്നില്ല, കേടുകളൊന്നും വരുന്നില്ല. വെള്ളം കെട്ടി നിന്നാൽ മാത്രമേ പ്രശ്നം വരുന്നുള്ളൂ, വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ മഴക്കാലത്ത് ഹൈബ്രിഡുകൾക്ക് ഇല കൊഴിയും. പക്ഷെ ഇല കൊഴിയെന്ന് വെച്ചിട്ട് അത് പോകില്ല, നശിച്ചു പോകണില്ല, വീണ്ടും ഇല വന്നോളൂ. അത് നമ്മളെടുത്തൊന്ന് മാറ്റിയൊക്കെ വെക്കും മഴ കൊള്ളാണ്ട്. വളരെ രാവിലെ എനിക്ക് നനയ്ക്കാൻ വരികയെന്ന് വെച്ചാൽ തന്നെ ഒരു ഞങ്ങൾ തന്നെയാണ് നനയ്ക്കല്. നനയല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. അതെ, ഹസ്ബൻഡിന് വലിയ ഇഷ്ടമാണത്. പൂക്കളും ഇഷ്ടമുള്ളതുകൊണ്ടാണുള്ളത് ഇങ്ങനെ ആവണത്, അല്ലെങ്കിൽ പിന്നെ ഇത്രയും ആവില്ലല്ലോ. നമ്മൾ തൃശ്ശൂർ ജില്ലയാണ്. നമ്മുടെ സ്ഥലം കറക്റ്റായിട്ട് പടിയൂരാണ്. അരിപ്പാലം പടിയൂർ, അല്ലെങ്കിൽ പറയുക ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഓളം ദൂരത്തിലാണ് നമ്മൾ കിടക്കുന്നത്. ഓൺലൈൻ സർവീസ് ഇല്ലെന്നുള്ളതിന് പ്രത്യേകിച്ച് പറയും. കാരണം ഒത്തിരി പേര് കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈൻ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ കോൺടാക്ട് നമ്പറുകൾ താഴെ 2 ഉണ്ട്, അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-200 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓർഡിനറി ചെടികളുടെ നമ്പർ നമ്മൾ എടുക്കുന്നില്ല. ഓർഡിനറികൾ ആരും ചോദിച്ചു വരുന്നില്ല.
അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ 100-200 വെറൈറ്റികൾ പുതുതായിട്ടുള്ളതുണ്ട്. നേരിട്ട് വരണം, അത് തന്നെ. ഓൺലൈനില്ല. ഓൺലൈൻ കൊടുക്കാൻ സാധിക്കില്ല, കാരണം അത് കൊറിയറിലൊക്കെ വിടുമ്പോൾ അതിന് പറ്റിയ കൊറിയർ അല്ലെങ്കിൽ ചെടി ഡാമേജ് ആവും. നമ്മളത് പിന്നെ നന്നായിട്ട് റൂട്ടഡ് ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത്. ബ്രാഞ്ചസ് ഒക്കെ ഒടിയുന്നേ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവണം.